റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അഴിമതി കേസിൽ പ്രതിയായ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ കൂടുതൽ കണ്ടെത്തൽ. ജയിലിൽ കിടന്ന് കൊടിസുനി നൽകിയ കൊട്ടേഷനും വിനോദ് കുമാർ സഹായം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. ഇയാള് DIG കൊട്ടേഷൻ കുണ്ടി. ജയിലിൽ കിടന്ന് ഫോൺ വഴി സുനി കൊട്ടേഷൻ നൽകിയിരുന്നു. കൊടിസുനിയുടെ ഫോൺ പിടിച്ചെടുക്കാൻ നിർദ്ദേശമുണ്ടായിട്ടും അത് മുക്കി. അന്ന് വിനോദ് കുമാർ വിയൂർ ജയിൽ സൂപ്രണ്ടായിരുന്നു. സുനിയെ ജയിലിൽ സ്ഥിരം സന്ദർശിക്കുന്നയാളിൽ നിന്ന് പണം വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഹരിമോഹനുണ്ട്. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഇയാൾ യഥാർത്ഥത്തിൽ DIG ആയിരുന്നു. അയാൾ ജയിലിലെ ഒരു ഹോട്ടൽ സപ്ലയറും മാനേജരും ഒക്കെ ആയിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ഈ DIG ഒരുക്കി കൊടുക്കുമായിരുന്നു എന്നാണ് അറിയുന്നത്. കൊട്ടേഷന് വേണ്ടുന്ന സഹായം പോലും കൊടുത്തിരുന്ന മഹാനാണത്രേ ഈ വിനോദ് കുമാർ. എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ഞെട്ടിക്കുന്നതല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ, ചോദിക്കുന്ന എല്ലാം കൊടുക്കുമായിരുന്നു. അതായിരുന്നു ജയിൽ ആസ്ഥാനത്ത് ഇപ്പോഴത്തെ DIG ആയിട്ടുള്ള MK വിനോദ് കുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കൊടും ക്രിമിനലുകൾക്ക് വരെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം കൂടുതൽ നടന്നു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, TP കേസ് പ്രതികൾക്ക് എല്ലാവിധ സഹായവും പരോൾ അടക്കമുള്ള ജയിൽ സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നൽകിയിരുന്നത് ജയിൽ ആസ്ഥാനത്തെ DIG ആയിട്ടുള്ള വിനോദ് കുമാർ ആണെന്നുള്ളത്. പക്ഷേ വിയൂർ ജയിലിന്റെ സൂപ്രണ്ടായിരിക്കുന്ന കാലത്തും വിനോദ് കുമാർ വലിയ രീതിയിലുള്ള സഹായം കൊടിസുനി അടക്കമുള്ളവർക്ക് ചെയ്ത് നൽകി എന്നുള്ളതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ കൊടിസുനി ആ ജയിലിൽ ഇരുന്നു കൊണ്ട് ഫോൺ വഴി കൊച്ചിയിൽ ഒരു കൊട്ടേഷൻ നൽകുകയുണ്ടായി. കൊച്ചിയിലെ ഒരു കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെടുകയുണ്ടായി. ഒരു കൊട്ടേഷൻ അവർക്ക് നൽകി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അന്വേഷണത്തിൽ തെളിയുകയുണ്ടായി. പക്ഷേ അന്വേഷണത്തിൽ അത് കണ്ടെത്തി ജയിൽ മേധാവിയായിരുന്ന ശ്രീലേഖ ഈ ഫോൺ കണ്ടെത്തി പിടിച്ചു വാങ്ങണം എന്നുള്ള നിർദ്ദേശം വിനോദ് കുമാറിന് നൽകിയിരുന്നു. പക്ഷേ അന്ന് വിനോദ് കുമാർ ആ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറുപടിയാണ് ശ്രീലേഖയ്ക്ക്, ജയിൽ മേധാവിക്ക് നൽകിയത്. പക്ഷേ പിന്നീട് ഈ വിനോദ് കുമാറിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ ജയിൽ വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ജയിലിനുള്ളിൽ വെച്ച് അണ്ണൻ സിജിത്ത് പലതവണ ഫോണിൽ ഇയാളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ജയിലിനകത്ത് കടന്ന് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിനോദ് കുമാറിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അനധികൃതമായിട്ട് നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. അതിൽ സിജിത്തിന്റെ കയ്യിൽ നിന്നും കൊടിസുനിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് എന്നുള്ള കാര്യവും കൂടി വിജിലൻസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഏമാൻ നല്ല ബിസിനസ് ആയിരുന്നു കേട്ടോ. സർവീസിലിരിക്കുന്ന സമയത്ത്, ജയിൽ സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് ഏമാന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്നത് എത്രയാണെന്ന് അറിയുമോ? 40 ലക്ഷം രൂപയാണ്. അതും ആരൊക്കെയാണ് കൊടുക്കുന്നത്? ഇതേപോലുള്ള ക്രിമിനലുകളുടെ വീട്ടുകാരെ അയച്ചു കൊടുക്കും. പകരം ക്രിമിനലുകൾക്ക് സുഖ സൗകര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ജയിൽവാസം സുഖവാസമാക്കാൻ ബന്ധപ്പെടൂ DIG വിനോദ് കുമാറിനെ. ഇതൊരു പരസ്യം കൂടി വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പരസ്യം കണ്ടില്ല, പക്ഷേ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമായി മാറി.